ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ തിരക്കുകളും കുറച്ച് വിഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബിസിനസ് ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഓരോ ജോലിയിലും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് ഇബാദത്തായി മാറും ഇൻഷാ അള്ളാഹ്. ആദ്യം ഞാൻ എന്റെ കുട്ടീനെ ഒന്ന് മദ്രസക്ക് അയക്കട്ടെ കേട്ടോ, നിന്നെ മോളെ. പിന്നെ അടുത്തത് പിന്നെ ജുദുമോനെയൊക്കെ പറഞ്ഞേക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ഏതായാലും നിൽക്കട്ടെ. ആദ്യം എന്റെ എന്താണ് നിന്റെ കുട്ടി മദ്രസക്ക് ഒന്ന് അയക്കണ ആ തിരക്കൊക്കെ ഉണ്ട് കഴിയട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മക്കൾക്കാണെങ്കിൽ ഇഹത്തിനും പരത്തിനും ഉപകരിക്കുന്ന അറിവ് നൽകേണ്ടത് അള്ളാഹു ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മുടെ മക്കളൊക്കെ സന്തോഷത്തോടെ അറിവ് നേടാനായി പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഒരുപാട് റാഹത്തല്ലേ, സന്തോഷിക്കല്ലേ. പിന്നെ പറയാനുള്ളത് എന്റെ നല്ല നമ്മുടെ എല്ലാ മക്കൾക്കും അള്ളാഹു നല്ല ബുദ്ധിശക്തിയും ദീർഘായുസും എനിക്ക് ജിതുമോനെ ഒരു അരമണിക്കൂർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്താൻ, പിന്നെ അവന് എഴുതാനൊക്കെ ഉണ്ടാവും, ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമ്മളെ കിച്ചണിൽ കയറണട്ടേക്ക്. പിന്നെ നീർദോഷത്തിൽ മാവൊക്കെ അരച്ചെടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഒരു കടലക്കറി ഒക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അതൊക്കെയാണ് വീഡിയോയിലുള്ളത്. പിന്നെ നമ്മള് എന്താണ് സാധാ ചോറുണ്ടാക്കുന്നത്, പിന്നെ അയില പൊരിച്ചെടുക്കുന്നതും, പിന്നെ കാടമുട്ടയൊക്കെ അതിന്റെ ഗുണങ്ങളും ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയും ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഏതാണ് ഞാൻ കറി ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ നീർദോശ കുറച്ച് ചുട്ടെടുത്തപ്പോഴേക്കന്നെ മിന്നക്കുട്ടി മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അവളാണ് ഇന്നത്തെ താരം. മുന്നേ ഫുള്ള് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ അവൾക്കാണ് വിട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നീർദോശയും ഉള്ളിദോശയൊക്കെ അവൾ ചുട്ടെടുക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഏതായാലും നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഇവിടെ കാട്ടിക്കൂട്ടും നോക്കി നോക്കാം. അപ്പൊ ഞാൻ പുറത്തെ വറകെടുപ്പിൽ തന്നെ വെളിച്ചം കണ്ടുകൊണ്ട് തന്നെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പുറത്തേക്ക് നമ്മുടെ വറകെടുപ്പിൽ തീ കൂട്ടോ. ഐശ്വര്യമായിട്ടുണ്ട് കത്തിപ്പിടിപ്പിക്കാം. ഞാനൊക്കെ പകുതി ചുട്ടാരുണ്ട്. പിന്നെ അവള് മദ്രസിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവൾ അങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ എല്ലാ ദോശയും. അപ്പൊ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ എന്താ നീർദോശന്റെ ഉഴുന്തോശന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. നല്ലൊരു സൂപ്പർ ടേസ്റ്റി തന്നെ കടലക്കറി ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, പിന്നെ ഒരുപാട് പ്രാവശ്യം വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. അപ്പൊ ദോശയൊക്കെ നല്ല കഴിക്കാനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടലക്കറിയൊക്കെ ഞാൻ അവിടെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉഴുന്നുദോശന്റെ ഗുണം പറയുകയാണെങ്കിൽ പ്രോട്ടീന്റെയും നാരുകളുടെയും നല്ലൊരു ഉറവിടമാണ്. നീർദോശന്റേതാണെങ്കിൽ പറയുകയാണെങ്കിലോ പുളിപ്പിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കും, പിന്നെ വയറിന് ആശ്വാസം നൽകും. ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള നമ്മുടെ കടമയാണ്. അതൊക്കെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇനി അടുത്തതാണെങ്കിലും മീൻ ഉണ്ടാക്കണം. മീനൊക്കെ മീനൊക്കെ വാങ്ങി ഇവിടെ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട്, ഉപ്പിലിട്ടുവെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്റെ ഒപ്പം മീനാണെങ്കിൽ നന്നാക്കാനാണെങ്കിലോ ഇതുമോനുണ്ട്. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനിൽ കളിക്കുക, മീൻ നന്നാക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞാല് മീൻ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പൊ ഉച്ചഭക്ഷണത്തിലില്ല ഓരോരോ തയ്യാറെടുപ്പാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം കഴുകി നന്നാക്കിയാണ്ടാണ് കേൾക്കണം. ഇതിൽ ഉപ്പിൽ കുറച്ചേരം ഇട്ടിച്ചു കേട്ടോ. അപ്പൊ ഞാൻ നന്നാക്കി കേൾക്കട്ടെ. ഇനി ഇതിന്റെ മുള്ളൊക്കെ ഞാൻ കളഞ്ഞെടുക്കാണ്. മുള്ള് കളയാതിരുന്നാൽ എന്താ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ പേടിയായിട്ട് തന്നെ ആദ്യമൊക്കെ അത് കളഞ്ഞ പിന്നെ വിശ്വസിച്ച് കണ്ടത് കൊടുക്കാല. മറ്റേത് ഇങ്ങനെ മുള്ളു കൊടുങ്ങുന്നില്ലെങ്കിൽ പേടിച്ച് ഭയന്നാ കൊടുക്കുന്നത് ഏറെ നല്ലതല്ലേ. അപ്പൊ ആ ഒരു ധൈര്യത്തോടെ കഴിക്കാൻ കൊടുക്കാം. മറ്റേത് എനിക്കൊരു പേടിയാണ്. ഇതുപോലെ ഇങ്ങനെ കൊല്ലിയിൽ കൊടുക്കുന്നൊക്കെ ഓരോരോ പേടിയാണ്. പണ്ട് പിന്നെ മുന്നോട്ട് അങ്ങനെ പപ്പടം കൊണ്ടല്ലേ അതൊക്കെ ഒന്ന് തൊണ്ടിക്ക് കുടുങ്ങിയൊക്കെ ചെയ്തിട്ട് പിന്നെ അതൊക്കെ പിന്നെ കഴിച്ചിലാക്കി തന്നു പഠിച്ചത് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഈ ഫുഡിനുള്ള തയ്യാറെടുപ്പ് ഉച്ചക്കത്തെ ചോറിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോഴിതാ ഞാൻ മീനൊക്കെ ഇവിടെ നന്നാക്കി ഇവിടെ ഏകദേശം കഴിയാനായി തുടങ്ങിയിട്ടോ. അതിന്റെ മുണ്ടൊക്കെ കളഞ്ഞതാണ്. എനിക്ക് കുറച്ച് ടൈം കുറച്ച് ആയതിട്ട്. അടുത്തത് നമ്മളെ വിന്നക്കുട്ടി ഇവിടെ ഗ്യാസ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ, ഗ്യാസിന്റെ സ്റ്റൗവൊക്കെ. അപ്പൊ കാര്യമായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല. പക്ഷെ രാവിലെ ഞാൻ കറി ഉണ്ടാക്കിയപ്പോ അതിന്റെ എണ്ണ തെറിച്ചതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിമ കാണുന്നത്. അപ്പൊ അതൊക്കെ വൃത്തിയാക്കി തുടച്ചു വെക്കട്ടെ. എന്നിട്ട് വേണം അടുത്ത പരിപാടി ഇതിമൊക്കെ തുടങ്ങാനായിട്ട്. ഇതിലേക്ക് മീൻ പൊരിക്കാണ്ട് പിന്നെ എന്താ ഒരു മുട്ടയൊക്കെ പൊരിച്ചെടുക്കുന്നതൊക്കെ ഉണ്ട് വീഡിയോയിൽ കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് അവള് നീറ്റാക്കി തുടക്കട്ടെ.
അവിടെ ഏകദേശം തുടക്കലൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ നമ്മുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇനി ഊറ്റിയെടുക്കണ്ട. അപ്പം ഞാൻ അത് അവൾക്ക് തന്നെ വിട്ടെടുത്തൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ചൊക്കെ കിച്ചണിലെ ജോലികളൊക്കെ അവളൊക്കെ ഒന്ന് ചെയ്യട്ടെ വിചാരിച്ചു. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ശീലിച്ചു വന്നാൽ പിന്നെ അവൾക്കത് ഭാരമായിട്ട് തോന്നില്ലല്ലോ. അങ്ങനെ അവൾ കൊണ്ട് ഫുഡ് നമ്മളെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മ എനിക്ക് ചക്കക്കുരു ഒക്കെ തൊലി കളഞ്ഞ് നന്നാക്കി കേക്ക് വെച്ച് പിന്നെ അതിക്ക് ഇതിന്റെ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്താണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരക പൊടി ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഞാൻ പുറത്ത് വറക്കെടുപ്പ് വെക്കാൻ വിചാരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോറ് ഊറ്റിയെടുക്കൽ കഴിഞ്ഞിട്ട് വേണം അതാണ്ട് വെക്കാട്ടോ. അപ്പൊ ഇത് ചോറ് വന്നല്ല, ചോറ് മാറ്റി ചട്ടി ബാക്കി ഊറ്റിയെടുക്കൽ പിന്നെ എന്താണ് നമ്മളെ റൈസ് കുക്കറിൽ വെച്ചെടുത്താലും അതിന് ഊറ്റി വെള്ളം വലിക്കേണ്ടത് ആവശ്യമില്ല. അപ്പൊ അതിനോട് പാകത്തിന് ഒരു എല്ലാം എന്താണ് നന്നായിട്ട് തന്നെ വെള്ളം വലിഞ്ഞ് കിട്ടുട്ടോ. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ നല്ല റെഡി ആയിട്ട് തന്നെ നമുക്ക് നമ്മളെ ഫുഡൊക്കെ റെഡി ആക്കി കിട്ടും, നമ്മുടെ ചോറൊക്കെ റെഡി ആക്കി കിട്ടും. അടുത്തതാ കുട്ടികൾ ഇതാ നമ്മളെ കാടമുട്ട പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് ഇവര് ഇതൊക്കെ എന്തൊക്കെ ചേർത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവൾക്ക് അറിയാം അതിക്ക് മുളക് എന്താ പച്ചമുളകും കുറച്ച് ഉപ്പും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് വേവിക്കലെന്നൊക്കെ. ഇതൊന്നും അതൊന്നും ചേർത്തിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അതാ ഇതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണ്, ഇതൊരു കുഞ്ഞൻ മുട്ടയാണെങ്കിൽ പോഷകങ്ങളുടെ ഒരു കലവറയാണ്. പിന്നെ ഇതില് വിറ്റാമിനുകൾ, ഇരുമ്പിന്റെ അംശവും നമ്മുടെ മക്കളുടെ വളർച്ചക്ക് അത്യാവശ്യമാണ്. പിന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ കൂടി മറക്കരുത്. നമ്മൾ ഓരോ കാര്യം ചെയ്ത് കഴിയുമ്പോൾ അള്ളാഹുവിനോട് നന്ദി പറയുക, അൽഹംദുലില്ലാ എന്നൊക്കെ പറയുക. അതൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തത് എന്താ, അപ്പോൾ അവരെ അങ്ങനെ മുട്ട പൊരിച്ചു. ഇനി രണ്ടാളും കുറച്ച് എന്താണ് ചോറും കൂട്ടിയിട്ട് കഴിക്കട്ടെ. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവർ ഏതാ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. അപ്പൊ പത്തനിക്കത്തെ വിഭവമാണ് എനിക്ക്. അപ്പൊ ചോറ് കൊടുത്തിട്ടോ. ഇനി ഇതാ അടുത്തത് നമ്മളെ മീനൊക്കെ ഇനി മസാല എന്താണ് പുരട്ടിയിട്ട് വേണം ഇനി പൊരിക്കാൻ. അപ്പൊ ഞാൻ കുറച്ച് മസാല കൂട്ടി വെച്ചപ്പോഴേക്കന്നെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചേർത്തി കൊടുക്കുക, ഞാൻ പൊരിച്ചെടുക്കാറുണ്ട്. അപ്പൊ അവൾക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിപ്പോഴേക്കന്നെ അവൾ നിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്നു. ഇതിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ അടുത്ത പണിയൊക്കെ കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ടയർഡായി അവിടെ ഇങ്ങനെ സ്റ്റൂളിൽ വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് 2-3 വെളുത്തുള്ളിയൊക്കെ ചതക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കല്ലിൽ ചതക്കി വെച്ചതായിരുന്നു. പിന്നെ പാകത്തിന് ഉപ്പ്, ഇനി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇനി അവിടെ നിന്ന് ഇത് മസാല പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അവൾക്ക് നന്നായി അറിയാം. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മൈദപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കട്ടെ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ആയാലും മതി, എങ്ങനെയും നിങ്ങൾ ഇഷ്ടത്തൊക്കെ ചേർക്കാം. പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു പുളിയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങന്റെ നീരൊക്കെ ഒറ്റിച്ചെടുത്താലും മതി. നാരങ്ങ നീര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന്റെ കുരു ചാടാതെ നോക്കിയെടുക്കണം കേട്ടോ. അത് അരിച്ചെടുത്താലും മതി, അപ്പൊ നല്ല ടേസ്റ്റ് കിട്ടും. നാരങ്ങന്റെ ഒരു കുരു ചാടിപ്പോയാൽ ഇത് പിന്നെ കയ്പായിട്ട് മാറും. പിന്നെ അപ്പൊ ഇതൊന്നും ഇല്ലാതെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ പിന്നെ കഴിക്കാനൊന്നും ആവില്ല. അപ്പൊ നമ്മൾ എടുത്ത പണിയൊക്കെ വെറുതെ ആയിരിക്കും. അപ്പൊ ഇതാ പിന്നെ കൂടെ ഇതാ മസാല കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തത് എന്താ ചെയ്ത് എനിക്കറിയില്ല, എന്തോ എഡിറ്റ് ചെയ്തോർത്ത് എന്തോ ഒരു പ്രശ്നം വന്നു. പക്ഷെ ഞാൻ അധികം മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ജിതുമോന് പിന്നെ എരിവൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി അധികം ചേർക്കാൻ വിചാരിച്ചിട്ടോ. മുളക് പൊടി അത് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എരിഞ്ഞാൽ പിന്നെ അവന് വേഗം കരഞ്ഞാണ്ട് എഴുന്നേറ്റ് പോകും. അപ്പോൾ ഇതാ നമ്മളൊരു ഇരുമ്പിന്റെ ഒരു ചട്ടിയൊക്കെ വെച്ച് നമ്മളെ സ്റ്റവ് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൈയൊക്കെ പോന്നിട്ടുണ്ട്. മരത്തിന്റെ പിടിയായിരുന്നു, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയത് അല്ലെങ്കിൽ അങ്ങോട്ട് ഡെസ്കൂറൊക്കെ അഴിഞ്ഞ് പോന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇതാ നമ്മളെ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നാക്കി മൊരിച്ചൊക്കെ എടുക്കട്ടെ. അപ്പൊ ഇതാ കായം കൂട്ടി വെച്ച് നമ്മളെ നേരത്തെ കുറച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് മസാലകൾ പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പിന്നെ മോളെ ഇങ്ങോട്ട് പറഞ്ഞു. അതൊക്കെ ഇനി അവിടെ കടന്നിട്ട് പോകട്ടെ. ഞാൻ അടുത്തത് നമുക്ക് തേങ്ങയ്ക്ക് ഇല്ല അരപ്പ് തയ്യാറാക്കി എടുക്കണം. ചക്കക്കുരുവിന്റെ കറിവേപ്പില അരപ്പ് തയ്യാറാക്കി എടുക്കണം തേങ്ങന്റെ. അപ്പൊ അതിലേക്ക് ഇതാ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ട് ഞാനിത് അരച്ചിട്ടാണ് വരട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. അങ്ങനെ തേങ്ങ അരക്കലും കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതാ ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ. ഇനി ചക്കക്കുരു നന്നാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇതുമാനാണെങ്കിൽ എന്താ ഇത് ഈ കറി ഒന്നും ആരും കൂട്ടിയിട്ടില്ല. ഇവന് ഓരോ ഇതിന്റെയൊക്കെ ചക്കക്കുരു ഓരോ കഷ്ണം കിട്ടിയാലൊക്കെ ഭയങ്കര താല്പര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലാതെ നീ ഉടക്കാൻ പോയിട്ടില്ല. ഞാൻ അഥവാ നീ ചോദിച്ചു വരികയാണെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതിന്റെ അടിയിൽ മിന്നെ കുട്ടി എന്താണ് മീനൊക്കെ മറച്ച് ഇടുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് എന്തൊക്കെയാ ആവശ്യം വെച്ചാല് പുളി എന്താ ചേർത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പൊ ഞാൻ ഇതിലേക്ക് പുളിയൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തോന്നിയിട്ടില്ല, പിന്നെ കുറച്ച് പുളിയൊക്കെ ചേർത്തി കൊടുക്കാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ കുറച്ച് പുളിയൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ തേങ്ങന്റെ അരപ്പ് ഇതിലേക്ക് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എപ്പോഴാണ് പുളിന്റെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
അതൊക്കെ ഇതിലുണ്ടായിരുന്നു. വീഡിയോ എവിടെ പോയി എന്ന് അറിയില്ല, ഇനിയിപ്പോ കാണുമെന്നില്ലേ നോക്കട്ടെ നമുക്ക്. അപ്പൊ അതാ മിക്സിന്റെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഇപ്പൊ കുറച്ച് പുളിവെള്ളം കൂടിയൊക്കെ ചേർത്തി കൊടുത്തിട്ട് നമുക്ക് എന്താ ഈ തേങ്ങ തേങ്ങന്റെ അരപ്പൊക്കെ തുള്ളിയതിന് ശേഷം നമുക്ക് ഓഫാക്കി എടുക്കാം. അധികം തിളപ്പിച്ചെടുക്കുന്നതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ചക്കക്കുരുവിന്റെ കറിക്ക് ഇവിടെ വേണ്ടി ആയിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി എന്താ പറയാ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി എങ്ങനെയൊക്കെ കാട്ടി നിങ്ങൾക്ക് വീഡിയോ കാണുന്നേ വേണം. ഇനി കടുകിലിട്ട് കടുകും പുളിന്റെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് അപ്പൊ പുളിയൊന്നും പെട്ടെന്ന് ആയതുകൊണ്ട് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഇത് കുതിർന്ന് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതുകൊണ്ട് തന്നെ അതാണ് ഇപ്പൊ ഈ ടൈം എടുത്തത് കേട്ടോ. ഇത് അടുത്തത് നമുക്ക് ഈ ഒരു ഇതൊക്കെ തുള്ളിയതിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് വറുത്തെടുക്കണം പറഞ്ഞല്ലോ. അപ്പൊ കുറച്ച് ഉപ്പിന്റെ ഒരു തേങ്ങന്റെ അരപ്പൊക്കെ ഇതിലേക്ക് തയ്യാറാക്കിയാൽ കുറച്ച് ഉപ്പ് ഒരു കമ്മി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഇതിലേക്ക് വെച്ചിട്ട് അപ്പൊ അത് ആ കടുകിന്റെ ആ ഒരു പേക്കനോടെ കണ്ടത് കേട്ടോ. കടുക് നമ്മൾ കുപ്പിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എടുത്തപ്പോ ജിതുമോന് വേറെ എന്താന്ന് വിചാരിച്ചാൽ വന്നത്. അപ്പൊ അന്നൊരു കൊത്തി പറയട്ടോ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. കടുകിന്റെ പേക്കാണ്ട് അവനും കൊണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവന്റെ പിന്നാലെ കുറച്ച് നേരം കണ്ട് സിപ്പായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് അവനത് കൊണ്ട് ഓടിയതാണ്. പിന്നെ ഇങ്ങോട്ടന്നെ എങ്ങനെയൊക്കെ പുതുവലി കൂടി വാങ്ങേണ്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവനെന്ത് സംഗതി കണ്ടാലും മനസ്സിലാക്കി നമ്മളൊന്ന് വീട്ടത് കളിപ്പിക്കൽ ഒരു അത്യാവശ്യമാണ് കേട്ടോ. അവന് എങ്ങനെയായാലും അങ്ങനെ ഒരു ഇതൊക്കെയാണ് അവൻ്റെത്. അങ്ങനെ മീൻ പൊരിച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ മീൻ പൊരിച്ചത് ഒക്കെ കഴിഞ്ഞ് അപ്പൊ നീ ഒരു മീൻ ചട്ടി കിടന്നു മാറ്റി വെക്കട്ടെ വിചാരിച്ചിട്ട് അടുത്തൊരു നോൺ സ്റ്റിക്കിന്റെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് കറിവേപ്പിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ കറികൾ വറുത്തെടുക്കട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പൊ ഇത്തരം വിഭവങ്ങളൊക്കെ നമുക്ക് എല്ലാം ഒരുക്കി തന്ന നമ്മുടെ രക്ഷിതാവിനോട് നന്ദി പറയാം. പാചകം ചെയ്യുമ്പോൾ നമുക്ക് ധാരാളമായി ദിക്റൊക്കെ ചെല്ലാം. അതൊക്കെ പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് അനുഗ്രഹം ഉണ്ടാകാൻ ഇതൊക്കെ കാരണമാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു എന്റെ ഇന്നത്തെ വീട്ടിലെയും അടുക്കളയിലേക്ക് സന്തോഷം നിറഞ്ഞ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഓരോ നിമിഷവും അള്ളാഹുവിന്റെ സ്മരണയിൽ ആയിരിക്കണം. നിങ്ങളുടെ വീടുകളിൽ ശാന്തിയും സമാധാനവും ബർക്കത്തൊക്കെ ഉണ്ടാകാൻ ഞാൻ ദുആ ചെയ്യുന്നു. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ല. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കണ്ടവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.